കണ്ണൂർ ജില്ലയിൽ കനത്ത കാലവർഷത്തിൽ വൻ നാശനഷ്ടങ്ങൾ. നിരവധി വീടുകളിൽ വെള്ളം കയറി. പട്ടാനൂർ വില്ലേജിൽ ആയിപ്പുഴ, നായ്ക്കാലി, പാണലാട് പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി. ആയിപ്പുഴയിൽ 18 വീടുകളിൽ വെള്ളം കയറി. 6 അതിഥി തൊഴിലാളികളെ ആയിപ്പുഴ സ്കൂളിലേക്ക് മാറ്റി. പാണലാട് 6 വീടുകളിലും നായ്ക്കാലിയിൽ 1 വീട്ടിലും വെള്ളം കയറി. 7 വീടുകളിൽ താഴെ നിലയിൽ വെള്ളം കയറി. ഇത് നമ്മൾ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന കാലാകാലമായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നതാണ്. ഇത് 4 ഏക്കർ സ്ഥലം ഞങ്ങൾ വിവിധ ഐറ്റംസ് വള്ളേരി, മത്തൻ, കളവൻ, അതുപോലെ പയർ, ചീച്ചിലി, കയ്പ, പാവൽ, അതുപോലെയുള്ള 5 ഐറ്റംസ് നമ്മൾ കൃഷി ചെയ്തതാണ്. ഏതാണ്ട് 3 ലക്ഷം റുപ്യ പിന്നെ കടമെടുത്ത് മുടക്കിയതാണ്. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഇന്നലെ വൈകുന്നേരം മലവെള്ളം കയറുന്നു. ഓണം സീസണിനെ കൊണ്ട് നമ്മൾ ചെയ്തതാണ്. 100% നഷ്ടപ്പെട്ടു വന്നൊരവസ്ഥയല്ലായിരുന്നു. തലശ്ശേരിക്കടുത്ത കണ്ടംകുന്ന് കൈതേരിയിൽ ഇന്നലെ രാത്രി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ കാൽ വഴുതി വെള്ളച്ചാലിൽ വീണതിനെ തുടർന്ന് കലാശപ്പറമ്പത്ത് അപ്പു എന്ന രാരീഷ് മരണപ്പെട്ടു. മൃതദേഹം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അയാൾ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ആളാണ്. പയ്യന്നൂർ വയക്കര കൊല്ലാടയിൽ 6 വീടുകളിലും 1 വ്യാപാര സ്ഥാപനത്തിലും 1 മസ്ജിദിലും വെള്ളം കയറി. പയ്യന്നൂർ വയക്കരയിൽ ഒരു വീടിൻ്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു. ചെറുക്കിണിയൻ ഗോപി എന്നയാളുടെ വീടിൻ്റെ മേൽക്കൂരയാണ് തകർന്നത്. കനത്ത കാലവർഷത്തിൽ ശ്രീകണ്ഠാപുരം ടൗണിൽ വെള്ളം കയറി. ചെങ്ങളായി പ്രദേശത്തെ 7 കുടുംബങ്ങളിലെ 27 പേരെ ഫയർഫോഴ്സ് എത്തി മാറ്റിപ്പാർപ്പിച്ചു. പയ്യാവൂർ ചന്ദനാക്കമ്പാറ ആനഅടി ഏറ്റുപാറ റോഡിൽ പാലം തകർന്നു. പയ്യന്നൂർ കാഞ്ഞിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ തിരുവനന്തപുരം സ്വദേശി രാജേഷിന് വേണ്ടി തിരച്ചിൽ നടത്തി. ഇന്നലെ കനത്ത മഴയിൽ തുരുത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തുമ്പോഴായിരുന്നു നീന്തൽ പരിശീലകനായ രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. പെരിയ നെടുമ്പൊയിൽ റോഡിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായി.